നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. പള്ളി തകർന്നു വീഴും. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിക്ക് മുന്നിലേക്ക് ചെന്നു ഞാൻ. കിഴക്കോട്ട് അഭിമുഖമായി നിർമ്മിക്കുന്ന പള്ളി മലമുകളിലാണ്. പള്ളിയുടെ മുൻവശം താഴ്ചയാണ്. ചുറ്റും ദരിദ്രരായ ആൾക്കാർ വസിക്കുന്നു. കിഴക്ക് നിന്നും വരുന്ന റോഡ് വടക്കോട്ട് കടന്നു പോകുന്നു. അതായത് കിഴക്ക് ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന റോഡ് വടക്ക് ഭാഗത്തേക്ക് കടന്നു പോകുന്നു. പള്ളിയിലേക്ക് പോകാൻ കുത്തനെയുള്ള കയറ്റം കയറണം. താഴെ കോൺക്രീറ്റ് കുഴയ്ക്കുന്ന മെഷീനിൽ നിന്നും കോൺക്രീറ്റ് മലമുകളിലെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അൽത്താരയുടെ മുകളിലേക്ക് മത്താപ്പ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു കറുത്ത സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ ചാരത്തിൽ, അതായത് ഈ പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചാരം, ആ ചാരത്തിൻ്റെ ഒരു കാൽ തട്ടിമാറ്റുന്നത് കണ്ടു ഞാൻ. പള്ളി താഴേക്ക് പതിക്കും മുൻപ് ഞാൻ കിഴക്കോട്ട് യാത്രയായി. കിഴക്ക് മാനത്ത് വെള്ള ഉദിച്ചുയരുന്ന കാഴ്ച എന്നിൽ സന്തോഷമുണർത്തി. അതായത് സൂര്യോദയം എന്നിൽ സന്തോഷമുണർത്തി. വിജനമായ പാത പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നു. ഇന്ന് പുലർച്ചെ കണ്ട സ്വപ്നദർശനമാണ് ഇത്. നവംബർ 20 2017, അതായത് 2017 നവംബർ 20 പുലർച്ചെ കണ്ട ഒരു സ്വപ്നദർശനമാണ്. എന്നാൽ ഈ പള്ളി തകർന്നു വീണു. ഈ പള്ളി തകർന്നു വീണത് 2018 2018 ജൂലൈ 21, അതായത് ഈ സ്വപ്നദർശനം കണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് 2018 ജൂലൈ 21 മാതൃഭൂമി ന്യൂസ് ഇതിൻ്റെ വീഡിയോ, ഈ തകർന്ന പള്ളിയുടെ സീറോ മലബാർ സഭ ഇടുക്കിയിൽ നിർമ്മിച്ച ഒരു പള്ളിയായിരുന്നു. ആ പള്ളി പൂർണ്ണമായും തകർന്നു വീണു. മാത്രമല്ല, ഞാൻ ഈ പള്ളി തകർന്നു വീഴുന്നതിൻ്റെ സ്വപ്നദർശനം ഞാൻ രേഖാചിത്രമായി ഒരു വെള്ള പേപ്പറിൽ വരച്ചിട്ടാണ് ആ സ്വപ്നദർശനം അന്ന് ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ ആ വാർത്ത യൂട്യൂബ് വാർത്തയുടെ സ്ക്രീൻഷോട്ടും ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ ആ വീഡിയോ ആദ്യം മുതൽ കാണുമ്പം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും ഞാൻ ആ പള്ളി വരച്ചു വെച്ചിരിക്കുന്നത് പള്ളിയുടെ നമ്മൾ അഭിമുഖമായി നോക്കുമ്പോൾ പള്ളിയുടെ ഇടതുവശത്ത് ഒരു കൊച്ചു വീടുണ്ട്. ആ വീഡിയോയിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയ അങ്ങനെ ഒരു വീടും ആ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. കൃത്യമായി വരച്ചു വെച്ചിരിക്കുന്നുള്ളതാണ്. മാത്രമല്ല, അന്ന് ആ കാലഘട്ടത്തിൽ മാതൃഭൂമി ഓൺലൈനിൽ അതിൻ്റെ കറക്റ്റ് ചിത്രം വന്നിരുന്നു. അതായത് അത് ആ ചിത്രം വന്നപ്പോൾ ഞാനത് കണ്ട സ്വപ്നദർശനം പിന്നീട് ഫലിക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഞാനത് വലിയ ഗൗരവത്തിലെടുത്തു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, ബിജു അതിനകത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. ബിജു ആ സ്വപ്നദർശനം കാണുന്നത് രേഖാചിത്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ആ മാതൃഭൂമിയുടെ ലേഖകൻ, മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ബിജു എവിടെ നിന്നാണോ വരയ്ക്കാൻ ആ ചിത്രം വരയ്ക്കാൻ ബിജുവിൻ്റെ കാഴ്ച ലഭിച്ചത്, അതേ സ്പോട്ടിൽ തന്നെ പോയി നിന്ന് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുത്തു. പക്ഷേ ഇപ്പം ഞാനത് അന്ന് ഞാൻ പഴയ ഫേസ്ബുക്കിൽ അത് അന്ന് തന്നെ ആ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ ഓൺലൈനിൽ എത്തിപ്പെട്ട ആ ഫോട്ടോ ലഭ്യമല്ല. മാത്രമല്ല, എൻ്റെ പഴയ ഫേസ്ബുക്ക് പോയി, ഇപ്പം പുതിയ ഫേസ്ബുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ എനിക്ക് സേവ് ചെയ്യാനും പറ്റില്ല. അതായത് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ബിജു എങ്ങനെയാണോ ആ ചിത്രം വരച്ചു വെച്ചത്, സ്വപ്നദർശനം വരച്ചു വെച്ചത്, അതേ ആംഗിളിൽ അതേ പൊസിഷനിൽ തന്നെ പോയി നിന്ന്, അതേ സ്ഥലത്ത് തന്നെ പോയി നിന്ന് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുത്തു. വേറൊരു ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബിജു വരച്ചു വെച്ചോണൊക്കെ ചിത്രം ഫോട്ടോഗ്രാഫർക്ക് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് അതല്ല, അതിൻ്റെ വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ആദ്യം മുതൽ കാണുമ്പോൾ എൻ്റെ രേഖാചിത്രം അതുകൂടെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട്, അതായത് കൃത്യമായി ഒരു വർഷം കഴിയുമ്പം ഞാൻ കണ്ട സ്വപ്നദർശനം അത് കണക്ക് തന്നെ ഫലിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളം പേര് ട്രോളി, ഇത് മലയിടിച്ച് കുന്നിടിച്ച് ഇങ്ങനെ പ്രകൃതിക്ക് വിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുൾപ്പെടെ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്, ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.